ഹലോ എവരി വൺ, IVF ജേണിയുടെ മറ്റൊരു എപ്പിസോഡിനൊക്കെ വീണ്ടും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് കുറേ നാളായിട്ട് ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻസി ആകാത്തവർ, അല്ലെങ്കിൽ AMH കുറവാണ്, അല്ലെങ്കിൽ എഗ് ക്വാളിറ്റി കുറവാണ്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്ക് എഗ് ക്വാളിറ്റി കൂട്ടുന്നതിനും ഓവുലേഷൻ ട്രിഗർ ചെയ്യുന്നതിനും, അതായത് PCOD ഉള്ള ആൾക്കാർക്ക് റെഗുലർ പീരീഡ്സ് ആയിരിക്കത്തില്ല, അവർക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കത്തില്ല, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എഗ് ക്വാളിറ്റി കൂട്ടുന്നതിനുള്ള ഒരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് IVF-ൽ എനിക്ക് എംബ്രിയോ ഒന്നും കിട്ടിയില്ല, എഗ്ഗൊന്നും കിട്ടിയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് IVF ആയപ്പോഴത്തേക്കും എനിക്ക് എഗ് ക്വാളിറ്റി കൂട്ടാനായിട്ട് ഞാൻ പേഴ്സണലി എടുത്ത ടിപ്പ് കൂടിയാണ് ഞാനിത് വീഡിയോ പറയുന്നത്. എനിക്ക് എന്തായാലും എംബ്രിയോസും കിട്ടി, എനിക്ക് ബെനിഫിഷ്യലായിട്ട് തോന്നിയിട്ടുള്ള ടിപ്പാണ്. പിന്നെ കുറേ ആളുകൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ നീട്ടി അങ്ങോട്ട് പറയുന്നില്ല, അതായത് നമ്മുടെ ഗ്രാമ്പു വെള്ളം കുടിക്കുന്നതിനെ പറ്റിയാണ് ഞാനിത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക, എന്നാലാണ് ടിപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നേരിട്ട് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എഗ് ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഓവുലേഷൻ കൃത്യമായി നടക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രാമ്പു വെള്ളം കുടിക്കുന്നത്. ഓവുലേഷൻ നടക്കണമെങ്കിൽ ശരീരത്തിൽ നമ്മുടെ LH എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. ആ LH എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത്. അപ്പോൾ LH സർജ് ഉണ്ടാകുന്നതിന് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭക്ഷണപദാർത്ഥമാണ് ഗ്രാമ്പു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാമ്പു വാട്ടർ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. എന്നാൽ അത് പീരീഡ്സ് ആയ സമയത്ത് ഞാൻ കുടിച്ചിട്ടില്ല, കുടിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും പീരീഡ്സ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് നിന്നതിന് ശേഷമാണ് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ വെള്ളം കുടിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത് വേണമെങ്കിൽ ഗ്രാമ്പു പൊടിയായിട്ടൊരു 1/2 ടീസ്പൂൺ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. പിന്നെ വെള്ളം തിളപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കരുത്, ലോ ഫ്ലെയിമിൽ തിളപ്പിക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ സത്ത് ഫുള്ളായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാമ്പു ഫുള്ളായിട്ട് ഇട്ടിട്ട് തിളപ്പിച്ച് കുടിക്കാം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിലാണെങ്കിൽ മാക്സിമം 2 ഗ്രാമ്പു വരെ ഇട്ടാൽ മതി. പിന്നെ ചില ആൾക്കാർക്ക് ഗ്രാമ്പു കുടിക്കുമ്പോൾ വയറുവേദന, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടുന്ന ഗ്രാമ്പുവിൻ്റെ അളവ് കുറയ്ക്കുക. എനിക്കങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ വേണമെങ്കിൽ ഗ്രാമ്പു വെള്ളം കുടിക്കാവുന്നതാണ്. അപ്പോൾ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരം എന്ന് പറയുന്നത്. അതായത് നമ്മൾ അത്രയും നേരം ഭക്ഷണമൊന്നും കഴിക്കാതെ ഫാസ്റ്റിങ്ങിൽ ഇരുന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആദ്യമായിട്ട് ചെല്ലുന്ന ഭക്ഷണ പദാർത്ഥം ആയതുകൊണ്ട് അതിൻ്റെ ഗുണഗണങ്ങൾ എല്ലാം തന്നെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഞാൻ വെറും വയറ്റിൽ കുടിച്ച് നോക്കിയിട്ടില്ല, കാരണം എനിക്ക് രാവിലെ തന്നെ അങ്ങോട്ട് വെള്ളം കുടിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമില്ലായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഗ്രാമ്പു ഇട്ട് വെള്ളം തിളപ്പിച്ച വെള്ളമാണ് ഞാൻ കുടിച്ചിരുന്നത്. അത് ഞാൻ എൻ്റെ ബ്ലീഡിങ്ങിൽ നിന്ന് ഒരു 7 ദിവസം ഒരാഴ്ച ഞാൻ കുടിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രം കുടിക്കുക. ഇപ്പോൾ ഓവുലേഷൻ ഡേറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ 28 ദിവസമുള്ള സൈക്കിളുള്ള ആൾക്കാണെങ്കിൽ 14ാമത്തെ ദിവസമായിരിക്കും, ചിലപ്പോൾ 15ാമത്തെ ദിവസമായിരിക്കും, 16ാമത്തെ ദിവസമായിരിക്കും. നോർമലി ഈ ദിവസങ്ങളിലാണ് നമുക്ക് ഓവുലേഷൻ നടക്കാറുള്ളത്. ഓവുലേഷനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ ഓവുലേഷൻ കിറ്റുകളുണ്ട്, അതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓവുലേഷൻ കിറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓവുലേഷൻ നടന്നോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓവുലേഷൻ ഡേ വരെ മാത്രം വെള്ളം കുടിക്കുക. ഓവുലേഷന് ശേഷം അത് ഒഴിവാക്കിയാണ് നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂട്, അതായത് നമുക്ക് അറിയാലോ സ്പൈസസ് എല്ലാം തന്നെ ചെറിയ ചൂടുണ്ടാക്കും. അപ്പോൾ എംബ്രിയോസിന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ എംബ്രിയോയുടെ പിന്നെ ഓവുലേഷന് ശേഷം നമ്മൾ പ്രഗ്നൻസി കടക്കുകയാണല്ലോ, പ്രഗ്നൻസിക്ക് തയ്യാറായി നമ്മുടെ എംബ്രിയോ ഫോം ചെയ്യുന്ന സ്റ്റേജിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഓവുലേഷൻ വരെ മാത്രം ഈ വെള്ളം കുടിക്കുക. അപ്പോൾ ഞാൻ ചെയ്തത് ബ്ലീഡിങ്ങിൽ നിന്ന് ഒരാഴ്ച കുടിച്ചിട്ടുണ്ടായിരുന്നു. ഓവുലേഷൻ ഡേ എനിക്ക് പീരീഡ്സ് ഒക്കെ കറക്റ്റ് ആയതുകൊണ്ട് ഒരു 14 ഡേയിൽ തന്നെയാണ് ഓവുലേഷൻ നടക്കുക. ചിലപ്പോൾ 15th ഡേയിലേക്കാണ് വന്നിട്ടുള്ളത്. സ്കാനിങ് റിപ്പോർട്ട് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ മാസവും കൃത്യം 14ാമത്തെ ദിവസം തന്നെ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 16ാമത്തെ ദിവസം 15ാമത്തെ ദിവസം അങ്ങനെയൊക്കെയാണ് എനിക്ക് ഓവുലേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരാഴ്ച ഈ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം. അതായത് ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ 1 ഗ്ലാസ് എന്നുള്ള ഇതിലെല്ലാം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡെയിലി കുടിക്കുന്നതല്ല, ഡെയിലി കുടിക്കുന്നത് കൊണ്ട് അത്ര നല്ലതല്ല. പക്ഷേ പീരീഡ്സ് നിന്നതിന് ശേഷം ഓവുലേഷൻ വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കാവുന്നതാണ്. ഒത്തിരി ഗുണങ്ങൾ ഗ്രാമ്പു ഇട്ട വെള്ളത്തിനുണ്ട്. എന്നിരുന്നാലും നമ്മൾ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അത്
എഗ്ഗിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് ഉയർത്തും. ഇപ്പോൾ പ്രത്യേകിച്ച് IVF ഒക്കെ ചെയ്തിട്ട് എഗ്ഗ് കിട്ടാത്ത ആൾക്കാരുണ്ടാവും, എംബ്രിയോ കിട്ടാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് എഗ് ക്വാളിറ്റി കുറവാണ്, അല്ലെങ്കിൽ PCOD ഉള്ള ആൾക്കാർക്ക് അങ്ങനെ കുറവാണെന്നൊക്കെ പറയുന്നുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു ടിപ്പ് തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ മരുന്ന് കഴിച്ചു തന്നാലും നമുക്ക് ഇതും കൂടി കഴിക്കുമ്പോൾ അത് എക്സ്ട്രാ ബെനിഫിഷ്യൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രഗ്നൻസിക്ക് വളരെ കാലമായിട്ട് ശ്രമിച്ചിട്ട് അത് കിട്ടുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഗ്രാമ്പൂട്ട വെള്ളം കുടിക്കാവുന്നതാണ്. അതും നല്ല ബെനിഫിഷ്യലാണ് അവർക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും. പിന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഫെർട്ടൈൽ പീരീഡിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സൈക്കിളിൽ തന്നെ പ്രഗ്നൻസി സാധ്യമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാനുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്ക് പിന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, എനിക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാനായിട്ട് അങ്ങനെ പറ്റാറില്ല. എന്ന് വെച്ചാൽ പല പല തിരക്കുകളായിരുന്നു. ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ വളരെ ലേറ്റ് ആവുന്നു, പിന്നെ കുറച്ച് ടയേർഡായി പോയി. അപ്പോൾ അതുകൊണ്ടൊന്നും എനിക്ക് റെഗുലർ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാറില്ല. എന്നാലും ഞാൻ പറ്റുമ്പോഴേക്കും ഇടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓൾറെഡി തുടങ്ങി. നമുക്ക് ലൈനിങ് തിക്കൻ ചെയ്യാനുള്ള മെഡിസിൻസ് എല്ലാം തന്നെ, പ്രൊജിനോവ എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും. ഇപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും ആരോഗ്യമുള്ള കുഞ്ഞിന് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.